ഹലോ വെൽക്കം ബാക്ക് ടു akitchenphilosophy. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സീ ഫുഡ് റെസിപ്പിയുമായിട്ടാണ്. പ്രോൺസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പ്രോൺസ് വെച്ചിട്ട് സാധാരണ നമ്മൾ പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കാറുണ്ട്, റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോൺസ് സുക്കയാണ്. ഇതൊരു മാംഗ്ലൂരിയൻ ഡിഷാണ്. ഇത് മംഗലാപുരത്തുകാരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല മിക്സാണ്. ഈ മസാല മിക്സിലിട്ടിട്ടാണ് ഈ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പ്രോൺ സുക്ക ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ മീഡിയം സൈസ് ഒരു 30 ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ. 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കടുക്, 5 വറ്റൽമുളക്, 6 ടേബിൾ സ്പൂൺ തേങ്ങ. ഈ തേങ്ങ ഇതിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നില്ല. ഇതെല്ലാം ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ തേങ്ങ നമ്മൾ ചേർത്തൊന്ന് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇനി ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്തത് നമുക്ക് മസാല മിക്സ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഫ്രൈ പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം മല്ലിയാണ് ചേർത്ത് കൊടുത്തത്, നല്ല ജീരകം, കടുക്, ഉലുവ, വറ്റൽമുളക്. ഇതെല്ലാം ചേർത്തൊന്ന് ചെറിയ തീയിലാണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഏതാണ്ടായി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആവുന്ന വരെ ഒന്ന് പൊടിക്കണം. എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുന്നത്. പ്രോൺ സുക്ക ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ, 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1 മീഡിയം സൈസ് വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, 1 മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത്, പിന്നെ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച മസാല ഞാൻ മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് ഒതുക്കി വെച്ച മിക്സാണിത്. 1 ടേബിൾ സ്പൂൺ തേങ്ങ, 2 ടേബിൾ സ്പൂൺ വാളൻപുളിയുടെ പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചൂടായ പാനിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടുകെല്ലാം പൊട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ പൊടിച്ചു വെച്ച മസാല മിക്സാണ്. ഈ മസാലയാണ് ഈ പ്രോൺ സുക്കയുടെ ഒരു ഹൈലൈറ്റ്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഈ മസാല പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കിട്ടുക. ഈ മസാലയും ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയാണ് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ അധികം വേവൊന്നുമില്ല, അപ്പോൾ 5 മിനിറ്റ് തന്നെ ധാരാളം മതി. ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഒരു സെമി ഗ്രേവി ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് വാളൻപുളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുവരെ വേറെ പുളിയൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ചേർത്തൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാകം പോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്താൽ പിന്നെ അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ പ്രോൺ സുക്ക റെഡി ആയിട്ടുണ്ട്. ഈ പ്രോൺ സുക്ക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും നീർദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ലുലു മർജാൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.